ബി.ജെ.പി. മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് ബി.ജെ.പി. മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനിയുടെ അധ്യക്ഷതയിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഷാജി പറഞ്ഞത് എല്ലാ ജില്ലാ ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കണം. ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ഇന്ന് കേരളത്തിലെ 30 ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. 2 ജോലിക്കാരുണ്ട്. ഏതൊരാൾ ഏത് സമയത്ത് വന്നാലും നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുന്ന പദ്ധതികൾ അതിനുവേണ്ടി വന്നാൽ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഇന്ന് നമ്മുടെ എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും. അതിന്റെ അടുത്ത ഘട്ടമാണ് മണ്ഡലം ഓഫീസുകളിൽ കൂടി. മണ്ണാർക്കാട് പ്രദേശത്തെ ജനങ്ങൾ മോദി സർക്കാരിന്റെ പദ്ധതി, ഉദാഹരണത്തിന് കിസാൻ സമ്മാൻ നിധി, അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. പക്ഷെ അവർക്കതാരും ലഭ്യമാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഈ ഓഫീസിൽ വന്നാൽ ആ ഫോം ഫില്ല് ചെയ്ത് കൃഷിഭവനിൽ കൊടുത്ത് അയാൾക്ക് കിസാൻ സമ്മാൻ നിധി കിട്ടാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മുദ്രാ ലോണുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരും വേണം. നമ്മൾ വിചാരിച്ചാൽ മുദ്രാ ലോണിന്റെ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അപേക്ഷ തയ്യാറാക്കി ബാങ്കിൽ കൊടുത്ത് മുദ്രാ ലോൺ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള നിരവധി പദ്ധതികളാണ്. ആ പദ്ധതികളുടെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കാൻ ഉപകാരപ്പെടുന്ന ജനങ്ങളുടെ ഓഫീസായി മണ്ണാർക്കാട്ടെ ഈ ഓഫീസ് മാറണം. ബിജുവിയുടെ പങ്കുവച്ചിട്ടുള്ള ആ വാഗ്ദാനം അത് അക്ഷരം പ്രതി ഇവിടെ പാലിക്കപ്പെടണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ ഓഫീസുകൾ മാത്രമല്ല വലുതായിട്ടുള്ളത്, അല്ലെ? ബി.ജെ.പിയുടെ ഓഫീസ് മാത്രമല്ല, ബി.ജെ.പി. തന്നെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? 14 കോടി മെമ്പർഷിപ്പ്. 14 കോടി എന്ന് പറഞ്ഞാൽ 14 കോടിയല്ല സത്യത്തിൽ. കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒന്നും നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിട്ടില്ല. കാരണം ആ സമയത്തൊക്കെ അവിടെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു 5-ലധികം സംസ്ഥാനങ്ങളിൽ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിട്ടില്ല. അങ്ങനെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിരുന്നുവെങ്കിൽ 14 കോടിയല്ല, അത് 20 കോടി കണക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തള്ളി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ന് 20 സംസ്ഥാനങ്ങൾ നമ്മൾ ഭരിക്കുകയാണ്. NDA 20 സംസ്ഥാനങ്ങൾ. ആ 28 സംസ്ഥാനങ്ങളിൽ 20 ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിൽ തന്നെ 13 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരാണ് ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി, അത് ലോകസഭയിലും രാജ്യസഭയിലും ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി, ഇതൊക്കെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഭാരതീയ മസ്ദൂർ സംഘമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണ്. അപ്പോ ഓഫീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ആ വലുപ്പം നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇത് നമ്മുടെ ഓരോ പരിവാർ പ്രസ്ഥാനങ്ങളും കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ്. എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളും. കാരണം ഒരു രാജ്യത്ത് ദേശീയ പ്രസ്ഥാനങ്ങൾ കരുത്താർജിക്കേണ്ടത് ആ രാഷ്ട്രത്തിന്റെ കരുത്തിന് ആവശ്യമാണ്. നരേന്ദ്രമോദിക്ക് സുധൈര്യം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒരു കാലത്ത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് കരുത്ത് പ്രാപിച്ചതുകൊണ്ടാണ്. കേവലം രാജ്യത്ത് അധികാരം കിട്ടിയതുകൊണ്ട് മാത്രമല്ല, ഇന്ന് ഈ രാജ്യത്ത് നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ സർക്കാർ തലത്തിൽ മാത്രമല്ല, അതിനപ്പുറം സംഘടനാ തലത്തിൽ ആ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തരായിട്ടുള്ള സംഘടനാ ശേഷി നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ആർജവത്തോടുകൂടി നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത്. ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാലൻ, ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി. മനോജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത NR, ജില്ലാ സെക്രട്ടറി പി.ജി. ഗോപകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുധീഷ് ടി.എ, പി. രാജു, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് സി. ഹരിദാസൻ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പി. ശ്രീധരൻ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി M. ദൃശ്യക്, മൈനോറിറ്റി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ജോസഫ്, വൈസ് പ്രസിഡന്റ് ബേബി ഡാനിയൽ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് M. സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റുമാരായ MP പരമേശ്വരൻ, വി. രതീഷ് ബാബു, TM സുധ, വി. അമുദ, സെക്രട്ടറിമാരായ AG ശ്രീവിദ്യ, S. മുരളീകൃഷ്ണൻ, TP സുരേഷ് കുമാർ, ട്രഷറർ A. ബാലഗോപാലൻ എന്നിവർ പങ്കെടുത്തു.